ഹലോ കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒരു ഉരുളിക്കകത്തൊഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇത് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്കിതിലേക്ക് പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കിലോ ബീഫിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്ന് വെക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി. നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചതിൻ്റെ അകത്ത് മുഴുവൻ മസാല കുറച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അത് കാരണം 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇത്ര സാധനം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 3/4 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്തത് പിരിയമുളക് കൂടുതലും എരിവുള്ള മുളക് കുറച്ചുമാണ് ചേർത്തത്. അപ്പോൾ ഞാൻ ഇറച്ചി വേവിക്കാൻ വെച്ചേക്കുന്നതിൻ്റെ അകത്തും 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ എരിവ് കുറച്ചുകൂടെ ഒരുപാട് വേണ്ടുന്നവരാണെങ്കിൽ അതനുസരിച്ച് എരിവ് ചേർത്തേച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് വേവിക്കണം. ഇതൊരു 3/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി 1/4% നമ്മൾ ഇതിൻ്റെ അകത്ത് ഉരുളി കിടന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് പരുവം. നമ്മുടെ ബീഫുകൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നു. അപ്പം ഇതിലോട്ട് നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് എനിക്ക് ഇച്ചിരി ചാറ് വേണം. അത് കാരണം ഞാൻ കുറച്ച് ചാറിട്ടെടുത്തേക്ക്. നിങ്ങൾക്ക് ചാറ് കുറച്ച് മതിയെങ്കിൽ കുറച്ചുകൂടെ കുറുക്കി എടുത്താൽ മതി. വേവും എല്ലാം കറക്റ്റായി, ഉപ്പും എല്ലാം പാകമാണ്. അപ്പം എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.